യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 63-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. 2025 ഏപ്രിൽ മാസം 8-ാം തീയതി നടക്കുന്ന ഈ ക്ലാസ്സിൽ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ച് നിർത്തുവാനിടയാത്തുന്നത്. ഇന്ന് രാത്രി തുടർന്നുള്ള 14-ാമത്തെ വാക്യങ്ങൾ മുതലുള്ള പഠനത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. 14-ാമത്തെ വാക്യം ഇപ്രകാരമായി എഴുതിയിരിക്കുന്നു: ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിലും അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുക. എൻ്റെ 16, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ് നാം ചിന്തിക്കുന്നത്. 17-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ പരസ്യമായ പ്രാർത്ഥനയാണ്. നമുക്ക് പരസ്യമായി യേശു പ്രാർത്ഥിച്ച സന്ദർഭങ്ങളൊന്ന്, ലാസറിന്റെ കല്ലറയ്ക്കൽ എത്തിയപ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കി പരസ്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് 11 പേരോട് ചേർന്ന് നിന്ന് അവർ കാണുക യേശു സ്വർഗത്തിലേക്ക് നോക്കി ആ ശിക്ഷകണത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി അവരെ ആശ്വസിപ്പിക്കുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ യാത്രാ മൊഴിയായി യേശു വിട പറയുന്നതിന് മുമ്പായി പിതാവാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ശിഷ്യന്മാരെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് കാണാൻ സാധിക്കും, യേശു എപ്പോഴും പ്രാർത്ഥന നിരതനായിരുന്നു. താൻ ഏകനായി മലയിൽ കടന്നുപോയി രാത്രി മുഴുവൻ പ്രാർത്ഥന കഴിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ക്രിസ്തു നമുക്ക് മാതൃകയാണ്. ഏത് സമയത്തും പ്രാർത്ഥനയിലായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ആ പ്രാർത്ഥനയിലൂടെ ഉള്ളതായ വിടുതൽ എല്ലാം നാം ഓരോ ദിവസം ചെല്ലുന്നതോറും കാണാവുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്രകാരമായിരിക്കണം എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തുക. അപ്പോൾ ഇവിടെ അവൻ രഹസ്യമായി പ്രാർത്ഥിച്ചിരുന്നു. പരസ്യമായി അവൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് ഈ അധ്യായത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യോഹന്നാൻ സുവിശേഷം നമ്മൾ ശരിക്ക് വായിച്ച് പഠിക്കാമെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. യോഹന്നാൻ 2 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അറിവാനുള്ള ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം നമുക്ക് എന്ത് തന്നു എന്നുള്ളത് പലപ്പോഴും പലർക്കും അത് ഗ്രഹിച്ചെടുക്കാം. എന്ന് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആഴം പലർക്കും അറിയാൻ കഴിയാത്തതുപോലെയാണ് യേശു നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അറിയാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കുമൊക്കെ എന്താണ് കഥ തന്നിരിക്കുന്നത് അറിയാമെങ്കിലും ഒരു പൊതുവായിട്ടുള്ളൊരു പഠനം അത് സംബന്ധിച്ച് നമ്മൾ അത്യാവശ്യമാണ്. കഥ നമുക്ക് എന്ത് തന്നു? ചിലർ ചോദിക്കും, നീ വിശ്വാസി പോയിട്ട് നിനക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിക്കും, അല്ലേ? കർത്താവിൻ്റെ ശിഷ്യന്മാരും ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും, എന്താണ് അവർ ചോദ്യപ്പെട്ടിടയാത്തത്? അപ്പോൾ ദൈവം നൽകിയിരിക്കുന്നത് എന്താണെന്ന് കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ അകത്ത് 7 കാര്യങ്ങളെയാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഒന്ന് പേരെടുത്ത് പറഞ്ഞു പോയി ചിന്തിപ്പാട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഉള്ള ബന്ധത്തിലാണ് ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്ക് നൽകിയത് നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. കർത്താവ് തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് തന്നു, വചനം തന്നു. ആ വചനത്തിൽ ക്രിസ്തുവിനെ തരുന്നതോടുകൂടി യേശുവിനുള്ളതെല്ലാം നമുക്കുണ്ട്. യോഹന്നാനോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ കർത്താവ് തന്നിരിക്കുന്നത് പിതാവാം ദൈവത്തിന്റെ വചനം അഥവാ ക്രിസ്തുവിനെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് എന്താണ് ക്രിസ്തുവിനെ നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ 17-ാം അധ്യായം 8-ാം വാക്യത്തിലും ഈ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ വചനമാണ്. 17-ന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അത്
അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പോൾ പിതാവാം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത് യേശുക്രിസ്തു ആരാകുന്നു എന്ന് അറിയുവാൻ വേണ്ടിയും അവനിൽ വിശ്വസിക്കാൻ വേണ്ടിയും അവനിൽ ആയിത്തീരുവാൻ വേണ്ടിയും ഒന്നായിത്തീരേണ്ടതിന് വേണ്ടിയുമാണ് ദൈവം തന്റെ വചനത്തെ നൽകുന്നത്. അപ്പോൾ 17-8 വാക്യത്തിൽ പറഞ്ഞിട്ട് വീണ്ടും 17 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ യേശു അതേ വചനം വീണ്ടും എടുത്ത് പറയുകയാണ്, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. എന്തിനാണ് ദൈവം തന്നിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ലൗകികന്മാരല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു. ഇപ്പം ക്രിസ്തുവിൽ വന്നതുകൊണ്ട് പത്രോസൊന്നും അവിടുത്തെ വലിയ ധനാഠ്യനായില്ല. അതുപോലെ കൂടെ വന്ന 11 പേരും അവിടെ സാമ്പത്തിക നിലയൊന്നും മെച്ചപ്പെട്ടില്ല. നമ്മൾ നോക്കുന്ന വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ സാമ്പത്തിക ഭദ്രത ഉണ്ടായോണോ നോക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് നോക്കുന്നത്. വിശ്വാസം വന്നിട്ട് അവൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടോ, അവൻ്റെ തലമുറകളെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ കഥ പറയുക, അവർ ലൗകികന്മാരല്ല. അപ്പോൾ യേശു പറയും, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവർ ലൗകികന്മാരല്ല, ലോകം അവരെ പകച്ചു, ഒരു ലോകത്തുനിന്ന് എടുക്കുക. അപ്പം നമുക്ക് യേശുവിന് പിന്നാലെ പോയത് കൊണ്ട് ഈ 11 വരെ വിളിച്ച് ചോദിച്ചാൽ അവർക്ക് ഭൗമികമായിട്ട് ഭൂമിയിൽ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. യേശുവിനോട് വന്നതും നിമിത്തമായിട്ട് അവർക്കൊന്നും പറയാനില്ല. അവർക്ക് വിശന്നപ്പോൾ വയലിൽ കൂടെ നടന്നപ്പോൾ കതിര് പറിച്ച് തിന്നെന്നാ പറഞ്ഞത്. യേശുവിന് കൂടെ നടന്നവരാ. അപ്പോൾ ഈ സമ്പന്നതയുടെ സുവിശേഷം അറിയിക്കുന്നവരുണ്ട്. യേശു വന്നാൽ പിന്നെ ഭയങ്കരമാണ്, ഇവിടെ ഭയങ്കര സമ്പന്നതയായിരിക്കും, മാറ്റമായിരിക്കും എന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അത് ക്രിസ്തുവിൽ വരുന്നവർക്ക് മാത്രമല്ല. ഇന്ന് ലോകത്തിന്റെ സമ്പന്നതയെക്കുറിച്ച് നോക്കാമെങ്കിൽ അത് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ വിശ്വാസം എന്നവർക്ക് മാത്രമല്ല. പണ്ടുണ്ടായിരുന്ന കുടിലുകളൊന്നും ഇത് കാണാനില്ല. വിശ്വാസം എന്തുകൊണ്ടാണോ? അല്ല. അപ്പൊ അത് സാർവത്രികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് വചനത്തിൽ പറഞ്ഞ ലോകാവസാനം ആകുമ്പോഴത്തേക്ക്, അവസാനത്തെ അന്ത്യത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് അത്തി മുതലായ സകല വൃക്ഷങ്ങളും തഴയ്ക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുഷ്ടി പ്രാപിക്കും. അത് ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിന്റെ ഈ ഭൗമികമായിരിക്കുന്ന അനുഗ്രഹം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് വെച്ചല്ല ദൈവമക്കൾ ദൈവത്തിന്റെ നന്മയുടെ കണക്ക് എടുക്കേണ്ടത്. അതിലാണ് പലപ്പോഴും പലരും തെറ്റിപ്പോകുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 11 പേരെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് യേശുവിൻ്റെ കൂടെ നടന്ന ശേഷമായി അവർക്ക് അവിടെ വലിയ ബംഗ്ലാവോ 11 പേർക്കും വലിയ വലിയ പ്രസ്ഥാനങ്ങളോ ഒന്നും അവിടെ ഉണ്ടായില്ല. അവർ സാധാരണക്കാരായിട്ട് അവരോട് കൂടി അവരെ വിട്ടുപിരിയുന്നതിന് മുമ്പായി ലോകത്തിൽ അവരെ പകയ്ക്കത്തക്കവണ്ണം, വെറുക്കത്തക്കവണ്ണം, ലോകത്തിൽ അവരൊന്നും നേടിയിട്ടില്ലായിരുന്നെങ്കിലും ദൈവം അവർക്ക് കൊടുത്ത ആത്മീയത എന്തായിരുന്നു, സമ്പത്ത് എന്തായിരുന്നു എന്നാണ് യേശുവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ നാം സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ സമ്പന്നതയുള്ളവർക്ക് സുവിശേഷം ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അവർ നോക്കുമ്പോൾ അവർക്ക് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പറയാൻ ചെല്ലുന്ന വിശ്വാസിക്ക് ഒരു സുവിശേഷം ഒരുപക്ഷെ ഒന്നും കാണത്തില്ല. അദ്ദേഹം നടന്നും പിടിച്ചും ഒക്കെ ആയിരിക്കും അവിടെ ചെല്ലുന്നത്. 2, 3 കാറും വലിയ ബംഗ്ലാവും ഉള്ളവർക്കൊക്കെ നാം സുവിശേഷം അറിയിക്കുമ്പോൾ ഭൗമികരായതുകൊണ്ട് അതിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരെ പകയ്ക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സമ്പന്നന്മാരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞാൽ അവരത് ഏൽക്കത്തില്ല. കാരണം നിങ്ങളെക്കാൾ ഞങ്ങൾക്കുണ്ട്, ഇനി ഞങ്ങൾക്കിനി എന്ത് നേടാനായിട്ടാണ് നിങ്ങളോടുകൂടെ ഞങ്ങൾ വരുന്നതെന്ന് തിരിച്ചു ചോദിക്കും. അവരെ പറഞ്ഞയക്കുവാൻ ഇടയായിട്ട്. അതുകൊണ്ടാണ് ലോകത്തിന്റെ സമ്പന്നത വെച്ച് നോക്കരുത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകക്കാരല്ല. ലോകക്കാരായിരുന്നെങ്കിൽ ലോകത്തിനുള്ള നേടുമായിരുന്നു. പക്ഷേ യേശുവിനോട് കൂടി ഉണ്ടായിരുന്ന ഒരുത്തൻ, നാശയോഗ്യനായവൻ, ലോകത്തിന്റെ ചിന്തയുള്ളവൻ, പൈശാചികന്റെ ഹിതമുള്ളവൻ, ദ്രവ്യാഗ്രഹമുണ്ടായിരുന്നവൻ, എന്തെങ്കിലും സമ്പാദിക്കണമെന്ന് വിചാരിച്ചവൻ, യേശുവിനോട് കൂടെ നടന്നപ്പോഴും അവന്റെ ചിന്ത മുഴുവൻ ഭൗമികമായിരുന്നു. കഥ പറഞ്ഞു, ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കും. അതാ പറഞ്ഞു, അവന് പണമായിരുന്നു വേണ്ടത്, ദ്രവ്യമായിരുന്നു വേണ്ടത്. അതവൻ വാങ്ങി അവൻ ലോകത്തിൽ പെട്ടവനായി തീർന്നു. അവനെ കണ്ടപ്പോൾ മഹാപുരുഷന്മാരും മറ്റുള്ളവരും സന്തോഷിച്ചു. ദ്രവ്യം കൊടുത്തപ്പോൾ അവനെ പകച്ചില്ല.
അവനെ സന്തോഷത്തോടെയാണ് അവർ സ്വീകരിച്ചത്. കാരണം അവരുടെ പക്ഷത്തേക്ക് എന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാ. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി. യൂദയെ കെട്ടിപ്പിടിച്ചു. കാരണം അവർ പകച്ചില്ല. അത് ലോകത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കുമ്പോൾ അവരെ പകയ്ക്കത്തക്കവണ്ണം അവർക്കൊന്നുമില്ലായിരുന്നു. അവർ സമ്പാദിക്കാൻ പോയില്ല. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് തരും ദൈവം കൊട്ടോ. പിന്നീട് അവിടെ സ്ഥിതികൾക്ക് മാറ്റം വന്നു. പത്രോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ശതാധിപന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കൈസരിയിലെ ശതാധിപന്റെ അടുക്കൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റാലി എന്ന പട്ടണത്തിലുള്ള ആ ശതാധിപന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്നത്തെ ആ സോമൻ ഗവൺമെന്റ് ശതാധിപനായിരിക്കുന്നവൻ മുക്കുവനായിരുന്ന പത്രോസിന്റെ കാൽക്കൽ കവിഴ് വീഴുവാൻ ഇടയായിത്തീർന്നു. ദൈവം കൊടുക്കുന്ന മഹത്വം, ദൈവം കൊടുക്കുന്ന മജസ്റ്റി, ദൈവം കൊടുക്കുന്ന ആ സ്ഥാന എന്തൊക്കെയാണെന്നുള്ളത് രാത്രി മനസ്സിലാകാൻ കൊണ്ടോ. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ ആത്മീയ പടയാളിയായിരിക്കുന്ന പത്രോസ് ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ ശതാധിപനായിരിക്കുന്ന അന്നത്തെ ലോകത്തെ ഭരിക്കുന്ന സാമ്രാജ്യത്തിന്റെ ആ പട്ടാളക്കാരിൽ 100 പേരുടെ അധിപനായിരിക്കുന്നവൻ ഒന്നുമില്ലാതിരുന്ന മുക്കവനായിരുന്ന പത്രോസിന്റെ മുമ്പിൽ കവിഴ് വീഴുവാൻ ഇടയാത്തുന്നത് ദൈവം കൊടുക്കുന്നത് ശ്രേഷ്ഠമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ഈ ലോകത്തിന്റെ സാമ്പത്തികത്തിന്റെയും ലോകത്തിന്റെ ഭൗതിക നന്മകളെയും വെച്ച് അളക്കരുത് വിശ്വാസത്തിൽ വന്നതിന്റെ ഗുണഗണങ്ങൾ എന്താണെന്നുള്ളത്. കർത്താവിനോട് പറയുക, നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. നിങ്ങൾക്ക് ലഭിച്ചതൊന്നും ഭൗമികമല്ല. യൂദ 30 വെള്ളിക്കാശുമായിട്ട് അവൻ പോയി. അവന് അതായിരുന്നു വേണ്ടിയത്. അവന് സമ്പത്തായിരുന്നു, ലോകത്തിന്റെ കാര്യമായിരുന്നു അവന് വേണ്ടിയത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാ തന്നതെന്നുള്ളത് കർത്താവ് ഓരോന്നുമായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞാൻ ഇവർക്ക് വസ്തുവകകൾ കൊടുത്തില്ല, ഞാൻ ഇവർക്ക് ബംഗ്ലാവുകൾ കൊടുത്തില്ല, ഞാൻ ഇവർക്ക് കാറുകൾ കൊടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് കേരളത്തിൽ നോക്ക്, ഞാൻ പറഞ്ഞല്ലോ 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിതി അല്ല എന്നുള്ളത്. ലോകത്തിന് ആകമാനമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് മാറാൻ എല്ലാവർക്കും ലഭിക്കത്തില്ലെങ്കിലും നല്ലൊരു ശതമാനം ആൾക്കാരും ഒരുപോലെ സാമ്പത്തികമായിട്ടുള്ള നന്മകൾ അനുഭവിക്കുന്നുണ്ട്. അതല്ലേ ഇന്ന് സ്ഥിതി. പണ്ട് എല്ലാവരും ഒരുപോലെ കടന്നിരുന്നവരായിരുന്നു. അത് അന്നവർ സുവിശേഷത്തെ അറിഞ്ഞവരോ പ്രാർത്ഥിക്കാത്തവരോ എന്നുള്ള വിശേഷമല്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലൊന്നും തന്നെ അങ്ങനെയുള്ള ഒരു മാറ്റമില്ല. ലോകത്തിൽ ആകമാനമായി മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ സ്ഥിതിക്ക് വന്നതെന്നല്ല പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മളെ ഉയർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ മറ്റുള്ള മുമ്പിൽ അധപ്പതിച്ചവരായി കിടന്നിരുന്നെങ്കിൽ എത്രമാത്രം ഹീനതയായിരുന്നെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഉയർത്തോട്ടടിയാത്തത്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച താഴ്ചകളൊക്കെ അത് ഭൗമികമാണ്. അത് യഥാർത്ഥമായ ഭക്തന്മാരെ ബാധിക്കത്തില്ല. ഇപ്പൊ ഈ 10 ദിവസം കൂടെയുള്ള യേശുവിന്റെ കൂടെ നിന്ന 11 അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ അവരൊക്കെ യേശുക്രിസ്തു ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. മീൻപിടുത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ മീൻ പിടിക്കാൻ വീണ്ടും പോയത്. അവരുടെ ജീവിതത്തിന്റെ അതിലേക്ക് നമ്മൾ കടന്നു വരും. കാരണം ക്രിസ്തുവിനോട് കൂടെ വന്നതുകൊണ്ട് അവരാരും ബിസിനസ്സുകാരായി മാറിയില്ല, അവരാരും വലിയ സമ്പത്തുള്ളവരായി മാറിയില്ല. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷമായി, ഉയർക്കപ്പെട്ട ശേഷമായി അവർ പിന്നെയും പഴയ ആ പണിക്ക് പോകുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ അവർ തീരുമാനമെടുത്തത്. മീൻ പിടിക്കാൻ പോകുന്ന പറഞ്ഞത്. ഇത് മനസ്സിലായി വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിയായിരുന്നു അവർക്ക് ഈ 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥിതി അത് തന്നെയായിരുന്നു. അതാണ് യഥാർത്ഥമായ ചിന്താഗതി. എന്നാൽ നമുക്ക് ദൈവം അവരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അവരെ മാറ്റി ദൈവം ആദരിച്ചു. അപ്പോൾ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയോ ഭൗതികമായിരിക്കുന്ന വിടുതലിന് വേണ്ടിയോ ആയിരിക്കരുത് ഒരുവൻ യേശുവിനെ തേടി വരുന്നത്. അവന് ദൈവം നൽകുന്നത്, ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. എനിക്ക് നൽകാൻ ഉണ്ടായിരുന്നത് ദൈവമേ, എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. രാത്രി എത്ര സന്തോഷമുണ്ട്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന വചനത്തെ നമുക്ക് പുത്രനെ തന്നു.
അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, അതെ, എനിക്ക് വചനമാകുന്ന ക്രിസ്തുവിനെ ലഭിച്ചു. എനിക്ക് യേശു മുഖാന്തരം അവൻ്റെ പിന്നാലെ വന്നതുകൊണ്ട്, ഞാൻ പാരമ്പര്യങ്ങളെ വിട്ട് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ചത് ഒന്നാമത് എനിക്ക് ക്രിസ്തുവിനെ ലഭിപ്പാനിടയായിത്തീർന്നു. ഇതാ പറഞ്ഞു, ഞാൻ അവർക്ക് എൻ്റെ വചനം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുന്ന നന്നായിരിക്കും. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഓർത്ത് നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണണം, കൗണ്ട് ചെയ്യണം. കൗണ്ട് ദ ബ്ലെസ്സിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ ദിവസം ആവശ്യം കർത്താവ് ആഗ്രഹിക്കുക. 2025 ദൈവം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നാളുകളെ പോലെ ഇല്ലായ്മകളുടെയും നിരാശകളുടെയും പട്ടിക നിരത്തി വെച്ച് നാം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരയേറ്റതിന് ശേഷം മാത്രമേ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ പ്രാർത്ഥന എത്തുകയുള്ളൂ. ആദ്യം നമ്മൾ കരഞ്ഞു നിരാശപ്പെട്ട് നമ്മൾ ഒന്നുമില്ലാത്തവരായി തീരാതെ, കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി ദൈവം ജീവിക്കുന്നു. കർത്താവെ, ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീ നന്മയായി തന്നിട്ടുണ്ട്. കർത്താവെ, ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം കരയേറ്റണം. അതാണ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി സ്തോത്രത്തെ യാഗരിക്കണമെന്ന് പറയുന്നത്. വെറുതെ സ്തോത്രം പറയുന്ന രീതിയല്ല. ദൈവം തന്ന നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഇന്നലെ രാത്രിയിൽ നാം കേട്ടല്ലോ, പൈശാചിൻ മോഷ്ടിച്ചു കൊണ്ടവരായിരുന്നു നമ്മളെല്ലാവരും. അവനെ മഹത്വപ്പെടുത്തിയവരായിരുന്നു. അവന്റെ പിന്നാലെ നടന്നവരായിരുന്നു പലരും. എന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മളെ വിടിവിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ആരാധന കൊടുക്കുവാൻ, സത്യത്തിന്റെ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിനായി ഇത് രാത്രി സ്തോത്രം ചെയ്യാം. അപ്പോൾ ദൈവം തന്നത് തൻ്റെ വചനം, തൻ്റെ ക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകുവാനിട്ട്. അത് 2 വചനങ്ങളാണ് തെളിവായിട്ട് നിൽക്കുന്നത്. 17-ാം അധ്യായം 8-ാം വാക്യവും 14-ാം വാക്യവും. ഇതിന്റെ 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ട നീ സകലയിടത്തും അവന് അധികാരം നൽകിയിരിക്കുന്നവരോ. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരമായി, വചനമാകുന്ന ക്രിസ്തു മുഖാന്തരമായി നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെ ലഭിക്കും. നിത്യജീവൻ. അപ്പം ഒന്നാമത് നമുക്ക് ലഭിച്ചത് യേശുവിനെ ലഭിച്ചു, വചനത്തെ ലഭിച്ചു. വചനമാണ് നമ്മളെ മാറ്റുന്നത്. ആ വചനം മുഖാന്തരമായി അത് നമുക്ക് നിത്യജീവന് നൽകിയതാണ് 17-ാം അധ്യായം 2-ാം വാക്യം. മൂന്നാമത്തെ കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, കാരണം ഇത് വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ് മുമ്പോട്ട് പോകും. അതുകൊണ്ട് എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് വചനത്തിന്റെ റെഫറൻസ് മാത്രം നൽകിക്കൊണ്ട്, അപ്പോൾ ഈ 11 പേരെ ചേർത്ത് നിർത്തി കർത്താവ് അവരെ പഠിപ്പിക്കുക. അപ്പം യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗവും പ്രാർത്ഥനയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ശിഷ്യഗണത്തെ കർത്താവ് നിർത്തിയിട്ട് പറയുക, നിങ്ങൾ ഭാഗ്യമുള്ളവരാ, ലോകത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ മറ്റാർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് ഭൗമികമല്ല, ലോകത്തിലുള്ളതല്ല. ലോകക്കാരായിരുന്നെങ്കിൽ ലോകത്തിന്റെ തേടിപ്പോകുമായിരുന്നു. യൂദ തേടിപ്പോയി, അവൻ ലോകക്കാരനായിരുന്നു, അവന്റെ പിന്നാലെ പോയി. എന്നാൽ നിങ്ങൾ വാസ്തവമായി എന്നെ അറിഞ്ഞ് വിശ്വസിച്ച് ഞാൻ സംസാരിച്ച വചനത്തോടൊപ്പം തന്നെ നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നതുകൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവരോട് പറയുകയാണ്, നീ തന്നിരിക്കുന്ന നിത്യജീവനെ നൽകുവാൻ വേണ്ടി 11 പേരെയും ചേർത്ത് നിർത്തി കർത്താവ് പറയുക, ഇവർക്ക് 11 പേരെയും കർത്താവ് പറയുക, ഇവർക്ക് നിത്യജീവനെ നൽകി. അപ്പോൾ യേശു ക്രിസ്തുവോട് ചേർന്ന് നിന്നാൽ നമുക്ക് ലഭിക്കുന്നത് വചനം ലഭിക്കും. 2, നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ ഇടയായിത്തീർന്നു. മൂന്നാമത് കർത്താവ് എവിടെ പറഞ്ഞിരിക്കുന്ന 15-ാം അധ്യായം അതിന്റെ 13-ാം അതിന്റെ 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ആത്മാവിനെ നൽകും. 14-ാം അധ്യായം 16-ാം വാക്യം. ക്രിസ്തു മുഖാന്തരം നിത്യജീവനെ ലഭിക്കുന്നു. പിന്നീട് നമുക്ക് നൽകുന്നത് 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇപ്പോൾ അത് ലഭിച്ചെന്നല്ല, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് നൽകുക. അപ്പൊ എന്താണ് ലഭിക്കുന്നത്? ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്താ നൽകിയിരിക്കുന്നത്? യേശു ക്രിസ്തു ലോകത്തെ വന്നത് മുഖാന്തരമായിട്ട് എന്താ മനുഷ്യൻ ലഭിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഭൗതികമായിട്ടുള്ള എണ്ണം എടുത്തു കാണിക്കാൻ ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. എങ്കിൽ നാം പറയണം, എനിക്ക് യേശുവിനെ ലഭിച്ചു, അവന്റെ വചനം ലഭിച്ചു. 2, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. 3, എനിക്ക് ആത്മാവിനെ ദൈവം തന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യണം. ലോകത്തിന് ലഭിക്കാൻ കഴിയാത്തതിനെ ദൈവം നമുക്ക് തന്നതിനായി നിരാത്തി ഞാൻ സ്തോത്രം ചെയ്യുക. നമുക്ക് ലഭിച്ചതിനെ പലപ്പോഴും നാം അറിയാതെ പോകുന്നുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് തന്നു, നിത്യജീവനെ ദൈവം തന്നു, നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ഇന്ന് രാത്രിയിൽ ഇതിനേക്കാൾ എന്താണ് ദൈവം നമുക്ക് നൽകേണ്ടത്? അതിനോടനുബന്ധമായി കഥ പറയുകയാണ്,
അങ്ങനെ ആത്മാവിനെ തന്നതുകൊണ്ട് മുഖാന്തരമായി നിങ്ങൾക്ക് സമാധാനമുണ്ട്. 14-ാമത്തെ അതിന്റെ 27-ാം വാക്യം, 14-ന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്താ നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ വേഗത്തിൽ പറയാം, അവനെ തന്നെ തന്നു, വചനം തന്നു, നിത്യജീവനെ തന്നു. 3, അവൻ നമുക്ക് ആത്മാവിനെ തന്നു. 4, അവൻ മുഖാന്തരമായി നമുക്ക് സമാധാനം നൽകുവാനിടയായി തന്നു. പിന്നെ 5-ാമത്തെ കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, 5-ാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ക്രിസ്തു തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് തന്നു. 15-ാം അധ്യായം 13-ാം വാക്യം, 15-ാം അധ്യായം 13-ാം വാക്യത്തില് കർത്താവ് വഹിക്കുന്നത്, ഞാൻ എൻ്റെ ജീവനെ നിങ്ങൾക്ക് നൽകുന്നു. അതിന് 13, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹമാർക്കുമില്ല. അപ്പോൾ ദൈവം തന്നത് സ്വന്തം ജീവനെ നമുക്ക് തന്നു. നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ സ്നേഹിച്ചതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം നമുക്ക് തന്നു. അപ്പോൾ നമ്മെ യേശുവിൻ്റെ സ്നേഹം തന്നു, നമ്മെ സ്നേഹിച്ചതിൻ്റെ തെളിവാണ് അവൻ്റെ ജീവനെ തന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, 6-ാമതായിട്ട് തന്നിരിക്കുന്നത് അവൻ്റെ സ്നേഹം നമുക്ക് തന്നു. ആ സ്നേഹത്തിന്റെ തെളിവാണ് ക്രിസ്തുവിന്റെ സ്വന്തം ജീവനെ തന്നത്. 15-ാം അധ്യായം 13-ാം വാക്യം, യേശുവിന്റെ സ്നേഹത്തെ നമുക്ക് തന്നു. അതിന്റെ 7-ാമത്തെ കാര്യം 16-ന്റെ 24 പറഞ്ഞിരിക്കുന്നത്, 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം ലഭിക്കും. അപ്പോൾ ലോകം തരുന്നതല്ല ക്രിസ്തു തരുന്നത്. എന്താ തന്നിരിക്കുന്നത്? ഈ വചന പഠന മുഖാന്തരമായിട്ട് നമുക്ക് ലഭിച്ചതൊക്കെയാണ്. നമ്മളൊന്ന് വേഗത്തിൽ പറയാമോ? ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ പഠിപ്പിക്കുന്നതിന് വേണ്ടി, കർത്താവിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാ. എനിക്കൊന്നുമില്ലേ, എനിക്കൊന്നും കഷ്ടമാണ്, എനിക്കൊന്നും ദുഃഖമാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും പലപ്പോഴും കരഞ്ഞു വിലപിച്ച് ഇരിക്കുന്നവരാ. നമുക്കൊന്നും മനസ്സാകത്തില്ല എന്താ ലഭിച്ചതെന്നുള്ളത്. ദരിദ്രാത്തിൽ എണ്ണി പറയാൻ കഴിയുമോ? കർത്താവേ, നിന്റെ കൃപയാൽ അങ്ങ് ലോകത്തിൽ വന്ന് ഈ ശിഷ്യന്മാരെ 11 പേരെ ചേർത്ത് നിർത്തി യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പിതാവാ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എടുത്തെടുത്ത് പറയുകയാണ്. അതിന്റെ മറ്റൊരു ഭാഗത്ത് നൽകുന്ന അവന്റെ മഹത്വത്തെ നൽകി എന്നാ പറയുന്നത്. മഹത്വത്തെ നൽകി. അതിന്റെ 17-ാം അധ്യായം, അതിന്റെ നമ്മൾ ചിന്തിക്കുന്ന ആ ഭാഗത്തിന്റെ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഭാഗം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവർക്ക് നിന്റെ മഹത്വം കൊടുത്തതിലേക്ക് നമ്മൾ വരും. അപ്പോൾ കർത്താവ് തന്നെ എന്തൊക്കെയാണ്? ദൈവമായ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമായി അവന്റെ വചനത്തെ നമുക്ക് തന്നു. നമുക്ക് നിത്യജീവനെ കർത്താവ് നമുക്ക് തന്നു. പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാകാന്തരമുള്ള സമാധാനം തന്നു, സ്നേഹം തന്നു. അതുപോലെ കർത്താവിന്റെ സന്തോഷം നമുക്ക് തന്നു, അവന്റെ മഹത്വം നമുക്ക് തന്നു. ഈ പറയുന്ന 7 കാര്യങ്ങളെ കർത്താവ് നമുക്ക് നൽകുവാൻ കഴിയാത്തത്. രാത്രിയിൽ സന്തോഷമുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരാണോ, അതോ ക്രിസ്തു മുഖാന്തരം നേടിയവരാണോ? ഇവരെ ലോകം നോക്കുമ്പോൾ ഈ 10 ദിവസം അവനോട് കൂടെ വന്നവരൊക്കെ വന്നതുപോലെ തന്നെ നിൽക്കുന്നവരോ, ഒന്നും ഉള്ളവരല്ല. അതുകൊണ്ടാണ് അവർ മീൻ പിടിക്കാൻ വേണ്ടി വീട്ടിൽ പോയത്. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം അവർക്ക് ലഭിച്ചിരിക്കുന്നത് വചനം, അവർക്ക് നിത്യജീവൻ, അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ലഭിച്ചു, സമാധാനം ലഭിച്ചു, അവർക്ക് സന്തോഷം ലഭിച്ചു, യേശുവിന്റെ സ്നേഹമാകുന്ന അവന്റെ ജീവനെ ലഭിച്ചു. 7, അവന്റെ മഹത്വം ലഭിച്ചു. ഇതാണ് 7 കാര്യങ്ങൾ. ഒന്നുകൂടി ഞാൻ പറയാം. വചനം, നിത്യജീവൻ, ആത്മാവ്, സമാധാനം, സ്നേഹം, സന്തോഷം, മഹത്വം. മറന്നു പോകരുത്. കർത്താവ് എന്താ തന്നതെന്ന് ചോദിച്ചാൽ, നിനക്ക് എന്താ ലഭിച്ചെന്ന് ചോദിച്ചാൽ, എണ്ണി പറയണം. എണ്ണി സ്തുതിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എണ്ണി സ്തുതിക്കേണ്ടതിനെ കുറിച്ചാണ്. ഇന്ന് രാത്രി എണ്ണി സ്തുതിച്ചാൽ തീരത്തില്ല. കർത്താവ് വന്നിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചോ അവൻ്റെ സ്വന്തം ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ചതിനെ കുറിച്ചോ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ രാത്രി വിശദീകരിക്കാൻ പോകുന്നത്. വിശദീകരിച്ചാൽ നിരവധി കാര്യങ്ങളോട് അനുബന്ധമായി നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഞാൻ ഈ 17-ാം അധ്യായത്തെ ആധാരമാക്കി ദൈവം നമുക്ക് നൽകിയത് എന്താണ്? നമ്മൾ കൊരിന്ത്യർ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായിട്ടാണെന്നാണ്. ദൈവം എടുത്ത് മറിച്ച് നോക്കി വായിക്കണം.
നമ്മൾ ബൈബിൾ എടുത്ത് കരങ്ങളിലെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ വചനം വായിക്കും തോറും ദൈവം നൽകി നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലാതെല്ലാം ഉണ്ട്, ക്രിസ്തുവിന് ലഭിക്കുന്ന കൂടി എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നാം ഒന്നുമില്ലാത്തവരല്ല. രാത്രി പറഞ്ഞ കർത്താവേ, എൻ്റെ സ്വന്തം പുത്രനായിരിക്കുന്ന വചനത്തെ ഞങ്ങൾക്ക് തന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. വചനം മുഖാന്തരമായി ക്രിസ്തു മുഖാന്തരമുള്ള സമാധാനത്തിനും സന്തോഷത്തിനും അതുപോലെ സ്നേഹത്തിനും പരിശുദ്ധാത്മാവിനും നിത്യജീവന എല്ലാറ്റിനായി നമുക്ക് സ്തോത്രം ചെയ്ത് നമുക്ക് തൻ്റെ മഹത്വം നൽകിയിരിക്കുന്നു. അവൻ നമുക്ക് മഹത്വം നൽകിയിരിക്കുന്നത് പറഞ്ഞാൽ അർത്ഥം ആ മഹത്വം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ ഞാനതേക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ ഈ വായിച്ചു വന്ന വചനത്തിൻ്റെ തുടർമാന ഭാഗത്തിലേക്ക് പോയതിനു ശേഷമായി എന്താണ് ദൈവം നമുക്ക് നൽകിയിരുന്ന മഹത്വം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കും. അപ്പോൾ ഈ 6 കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെയുള്ള ചിന്ത പഠനം നമുക്ക് മനസ്സായി. എന്നാൽ 7ാമത്തെ കാര്യമായിരിക്കുന്ന വിഷയത്തിലേക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായി കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ ഞാൻ വേഗത്തിൽ അത് 7 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്നുകൂടി നമുക്കത് അത്രയും ഭാഗത്തേക്ക് വന്ന ശേഷമായി കർത്താവ് മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുവാനാണ് ഇന്ന് രാത്രിയിൽ കർത്താവിൽ ചരണപ്പെടുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു, അവരെ ലോകത്തു നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇവര് നിനക്കുള്ളവരാ, ഇവര് നിന്റെ നാമത്തെ ഞാൻ സൂക്ഷിച്ചു, പിന്നെ ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാ, ഇവര് ഒറ്റപ്പെട്ടു പോകുവാൻ പാടില്ല. പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിതാവേ, ദുഷ്ടൻ ഇവരെ നോക്കുവാനിടയാകരുത്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിതാവാം ദൈവം അന്ന് അപേക്ഷിച്ച ആ പ്രാർത്ഥന ഇന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാ ദുഷ്ടന്റെ കയ്യിൽ ഞാൻ നിങ്ങളും അകപ്പെട്ടു പോകാതിരിക്കുന്നത്. രാത്രിയിൽ ദുഷ്ടൻ പല വിധത്തിൽ നമ്മെ അവൻ കൈവശപ്പെടുത്തുവാൻ, അവന്റെ കയ്യിൽ അകപ്പെടുത്തുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുമ്പോൾ നമ്മെ വിടുവിച്ച യേശുവിൻ്റെ ഉള്ളക്കരങ്ങളിൽ നമ്മളെ വെച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്നതിനെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിൻ്റെ ഉള്ളം കൈ നമ്മളെ വരച്ചിരിക്കുക. അതുകൊണ്ട് അവൻ്റെ കൈ കീഴിലായതുകൊണ്ടാ നമ്മളെ അവന് പിടിക്കാൻ കഴിയാത്തത്, തൊടാൻ കഴിയാത്തത്. എൻ്റെ കർത്താവ് പിതാവ് ദൈവത്തെ പറഞ്ഞു, പിതാവേ, ഞാൻ ലോകത്തിൽ നിന്ന് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല പറയാണ്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകം നമ്മൾ വിട്ടുപോകണമെന്നല്ല. വേർപാടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. നാം ദൈവത്തെ വചനപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ, വേർപാടനുസരിച്ചാൽ ദുഷ്ടൻ നമ്മളെ തൊടുന്നതുമില്ല എന്ന് 1 യോഹന്നാന്റെ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് വേണ്ടി നിന്നാൽ, വിശുദ്ധിയോടെ നിന്ന് കഴിഞ്ഞാൽ ശത്രു ഒരു അവകാശം പറയാൻ കാണത്തില്ല. അപ്പൊ ഈ ദിവസങ്ങളിൽ ക്രിസ്തു മുഖാന്തരമായ വിശുദ്ധീകരണത്തെ കുറിച്ചാണ് തുറന്നു പറയുന്നത്. അവരെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ അപേക്ഷിക്കുന്നത്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല പറയാണ്. അവരും ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിലും ദുഷ്ടനോട് അവർ ഇടപെടത്തില്ല. കാരണം ഞാൻ എങ്ങനെയാണ് ലോകത്തിൽ ഈ സാത്താനോട് യാതൊരു കാര്യവുമില്ലാതെ ജീവിച്ചത്, അത് കണ്ട് എന്നോടുകൂടെ നിന്നവർക്ക് അറിയാം എങ്ങനെ നിൽക്കണമെന്നുള്ളത്. അത് പിതാവേ, അവരെ നീ സൂക്ഷിച്ചുകൊള്ളണമേ. ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത മാതൃകയിൽ അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ദൈവകൃപ കൊടുക്കണമേ എന്നാണ് യേശുവിടെ ഇവിടെ പ്രാർത്ഥിച്ചത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. 2 തെസ്സലോനിക്ക ലേഖനത്തിന്റെ 5-ാം അധ്യായം 3-ാം വാക്യത്തിലും ഇതേ വചനം തന്നെ എടുത്ത് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്ക എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. എങ്ങനെ കാത്തുകൊള്ളും? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ എങ്ങനെയാണ് കാത്തുകൊള്ളുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മളെ ഇളക്കിക്കളയുന്നത് പിശാചിന്റെ പരിപാടിയാണ്. ഇന്ന് രാത്രിയിൽ ഇളക്കമുണ്ടാകും. ചിലർക്കൊക്കെ പെട്ടെന്ന് ഇളക്കമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അസ്ഥിരന്മാരാകാൻ പാടില്ല. കർത്താവോ വിശ്വസ്തൻ. ഇപ്പൊ ജീവിതത്തിൽ പാരമ്പര്യ പോരാട്ടങ്ങളോ പോരുകളോ ശക്തികളോ വരുമ്പോൾ ഇളക്കം സംഭവിക്കുന്ന ജീവിതങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുക. ഇളകിപ്പോകാൻ പാടില്ല. ഒരു ശക്തിയും നമ്മൾ ഇളക്കാൻ പാടില്ല.
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമക്കളെ ഒരു ശക്തിക്കും ഇളക്കാൻ കഴിയത്തില്ല. നാം അതിന് ഇടം കൊടുക്കാതിരുന്നാൽ മതി, നാം അതിന് പ്രവേശിപ്പാൻ സ്ഥലം കൊടുക്കാതിരുന്നാൽ മതി. അങ്ങനെയുള്ള ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, നീ വിശ്വസ്തനാ. ഞാൻ പലപ്പോഴും അവിശ്വസ്തനാകാറുണ്ട്. എന്നാൽ നീ വിശ്വസ്തനാണ്. അവൻ നമ്മളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇളക്കം വരുത്തി, വിശ്വാസത്തിന് ഇളക്കമുണ്ടായ അസ്ഥിരത ഉണ്ടാക്കി നമ്മെ ഏതെങ്കിലും വിധത്തിൽ അകറ്റി കൊണ്ടുപോകുവാൻ, പഴയ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ, പഴയതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദുഷ്ടൻ ഇളക്കുവാൻ ശ്രമിക്കുമ്പോൾ വചനത്തിൽ ഉറച്ചു നിൽക്കണം. പാറപോലെ കവട പറയ്ക്കുന്ന അവൻ എന്നെ എന്ത് ചെയ്തു? അവൻ എന്നെ കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് കരയറ്റി, അവൻ എന്നെ പാറമേൽ നിർത്തി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അപ്പോൾ ഈ കൊഴിഞ്ഞ ചേറ്റിൽ കിടന്ന് അയ്യം വിളിച്ച അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന കരം കൊണ്ട് നമ്മെ ഉയർത്തി, അവൻ നമ്മെ പാറമേൽ നിർത്തി, ഉറപ്പുള്ള ക്രിസ്തുവിൽ നിർത്തിയത് കൊണ്ട് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുക, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. അവൻ പാറയായതുകൊണ്ട്, അവനിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ദുഷ്ടപിശാചിന്റെ കയ്യിലും ദൈവമക്കൾ അകപ്പെടാതെ വണ്ണം അവൻ നമ്മളെ കാത്തുകൊള്ളും. രാത്രിയിൽ എത്രവർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും നാം ഇളകിപ്പോകുമ്പോൾ, അവിശ്വസ്ത കാണിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപയാൽ ആ നിൽക്കുന്ന പാറയിൽ വചനത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ വചനം വ്യാപരിച്ച് ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും വിശ്വാസം ത്യജിച്ച് കളയാൻ വിട്ടുപോയേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ജീവിതം നന്മയൊന്നും കാണാതെ വരുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ലാതെ കാണുമ്പോൾ എന്താ ഇതിന്റെ പ്രയോജനമെന്ന് വിചാരിച്ചുകൊണ്ട്, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അനേകര് വന്നതിനേക്കാൾ വേഗത്തിൽ പലരും മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ കൃപയാൽ രാത്രി പറയട്ടെ, പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികൂലം വരാഞ്ഞിട്ടല്ല, കണ്ണുനീർ വരാഞ്ഞിട്ടല്ല, പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ, എല്ലാം അനുകൂലമായിട്ടല്ല യേശുവിന്റെ പിന്നാലെ നിൽക്കുന്നത്. സകലവും പ്രതികൂലമാകുമ്പോഴും ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹമുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മളെ കാത്തുകൊള്ളൂ. ഇന്ന് രാത്രിയിൽ പറയണം, കർത്താവേ, നീ ഞങ്ങളെ കാത്തുകൊള്ളുന്ന വിശ്വസ്തനായ ദൈവമാ. നമ്മുടെ തലമുറകളെ കാത്തുകൊള്ളുവാൻ ദൈവവിശ്വസ്തന, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളുന്ന ദൈവമാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ ഉറപ്പിച്ച് നിർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഉറപ്പിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. വഴിയൊഴുപ്പിലേക്ക് മാറാതെ ഇന്ന് വരെ നിർത്തിയ ദൈവസ്നേഹത്തിനായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതി പറയുക, കർത്താവ് വിശ്വസ്തനാ. അത് ഈ സുവിശേഷം വേഗത്തിൽ വ്യാപരിച്ച് ഞങ്ങളുടെ ഇടയ്ക്കിൽ വന്ന് മഹത്വപ്പെടുത്തുവാനും വല്ലാത്തവൻ ദുഷ്ടന്മാരോ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവ് വിശ്വസ്തൻ, അവൻ ഞങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മുടെ വിശ്വാസത്തിന്റെ വീര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നും അല്ല നിൽക്കുന്നത്. രാത്രി പോകണം, കർത്താവ് എന്ന് വിശ്വസ്തനാ. ഞാൻ എത്രയോ പ്രാവശ്യം അസ്ഥനായി പോയതാ, അല്ലേ? എത്രയോ പ്രാവശ്യം തകർന്നു പോയതാ, എത്രയോ പ്രാവശ്യം അതെ പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നതാ, അന്ന് ഇളകിപ്പോയതാ. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് നമ്മൾ ഈ 2025 ഈ ഏപ്രിൽ മാസം 8-ാം തീയതിയും ദൈവം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നിർത്തിയെങ്കിൽ ഇനിയും അവൻ നമ്മളെ സൂക്ഷിച്ചു നിർത്തുവാൻ വിശ്വസ്തന. നീ ഇളകിപ്പോകരുത്, സ്ഥിരപ്പെട്ടുകൊള്ളണം. വചനം നമ്മെ സ്ഥിരീകരിക്കണമെന്ന് ബലപ്പെടുത്തുന്നതാണ്. ഇപ്പൊ കർത്താവ് പറയാണ്, കർത്താവേ, അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. ഭൂമിയിൽ വെച്ച് യേശു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് എനിക്കും ഞങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് രാത്രി ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക, അവൻ മരിച്ചും മൺമറയപ്പെട്ട ദൈവമല്ല, മൺമറയപ്പെട്ടു പോയവനല്ല. അവൻ മരണത്തെ ജയിച്ചുയർന്നേറ്റ് എന്നും ജീവനുള്ളവനായതുകൊണ്ട് ദുഷ്ടപിശാചേ, നിനക്ക് ഞങ്ങളെ തൊടാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളുടെ ദൈവം എന്നേക്കും ജീവിക്കുന്നവനാ. പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തിലിരിക്കുന്ന യേശു എന്നേക്കുമുള്ളത് കൊണ്ട്, അവൻ സംരക്ഷിക്കുന്നത് കൊണ്ട്, അവന്റെ സംരക്ഷണം ഞങ്ങൾക്കുള്ളത് കൊണ്ട്, അവൻ വിശ്വസ്തനായതുകൊണ്ട് നിന്റെ കയ്യിൽ അകപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മുടെ തലമുറകൾ അകപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അതെ, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് കുവിയിൽ ആശ്രയിച്ച് പറയാൻ, കർത്താവേ, നീ വിശ്വസ്തൻ, ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം
ദൈവം എന്നെ സൂക്ഷിച്ചോളണമേ. ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ആ യേശു ക്രിസ്തുവിന്റെ ആ മുഖം ഇന്ന് രാത്രി തേടുവാൻ കഴിയുമെങ്കിൽ കഥ പറയും, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അസ്ഥിരപ്പെട്ടു പോകാതെ, ഇളകിപ്പോകാതെ ചേർത്ത് നിർത്തിയ എൻ്റെ ആ ദൈവസ്നേഹത്തിന്റെ വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്, ദുഷ്ടൻ നിങ്ങളെ തൊടാതെ വണ്ണം താങ്ങി നിർത്തിയിരിക്കുന്നത് എൻ്റെ വിശ്വസ്തത കൊണ്ടാണ്. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. കർത്താവേ, നിന്റെ വിശ്വസ്തത കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നാം എന്നേ അടിപതറിപ്പോകുമായിരുന്നു. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ കൃപ കൊണ്ട് രാത്രിയിൽ ദൈവം നമ്മുടെ സൂക്ഷിക്കുന്ന കരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സാത്താൻ വിചാരിച്ചത് ഇവിടെ കൊണ്ട് യേശു തീരുമെന്ന കർത്താവ് ചേർത്ത് നിർത്തി ശിക്ഷകണത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട, ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ച ദൈവരങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവൻ എന്നേക്കുമുള്ളതുപോലെ ഞാനും എന്നേക്കുമുള്ളവനാ. അല്പസമയത്തേക്ക് മാത്രം ഞാൻ എൻ്റെ ഈ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് മാത്രമാണ്, അല്പസമയത്തേക്ക് യേശു എന്ത് ചെയ്ത് പിതാവിൽ നിന്ന് അകന്നത്. മനുഷ്യപാപത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ അതിനു മുമ്പായി തൻ്റെ ശിഷ്യന്മാരെ പിതാവാൻ ദൈവത്തിന്റെ കയ്യിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുക, പിതാവേ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തോളണമേ. ഞാനും നിങ്ങളുടെ ദിവസം പ്രാർത്ഥിക്കേണ്ടതാണ്. രാത്രി നമ്മൾ പ്രാർത്ഥന പഠിക്കണം കേട്ടോ. എന്താ പ്രാർത്ഥിക്കേണ്ടെന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇതിലായിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ, കർത്താവേ, നീ അവരെ നിന്റെ കരങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളണമേ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. കർത്താവേ, നിന്റെ വിശ്വസ്തമായ കരങ്ങളിൽ ദൈവം സൂക്ഷിക്കണമേ. ഞങ്ങൾ അവിശ്വസ്തരാണ്, ഞങ്ങൾ തെറ്റും കുറവുള്ളവരാണ് കർത്താവേ. എന്നാൽ നിന്റെ വചനപ്രകാരം അങ്ങേ ഞങ്ങൾ പിൻപറ്റിയതുകൊണ്ട് ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ ശ്രേഷ്ഠ നിമിത്തമായി, അങ്ങയുടെ വിശ്വസ്ത നിമിത്തമായി ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവാണ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിക്കുക. ശിഷ്യന്മാർ അത് കേട്ടു, യേശുവിന്റെ പ്രാർത്ഥന അവർ കേട്ടു. യേശു പറയുകയാണ്, ഇവർ ലോകക്കാരല്ല, ലോകം അവരെ പകയ്ക്കുന്നുണ്ട്. അവരത് കേൾക്കുകയാണ്. അത് യേശു രഹസ്യമായിട്ടല്ല പ്രാർത്ഥിച്ചത്, ശിഷ്യന്മാർ കേൾക്കെ പ്രാർത്ഥിക്കുമ്പോൾ. രാത്രി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ലോകത്തിലെ ഏറ്റവും അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് വചനമാണ്. വചനത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഞാൻ നിങ്ങൾ വാ തുറന്ന് ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗാസ്വർഗത്തെത്തുന്നെങ്കിൽ അതിനേക്കാൾ വേഗതയുള്ളത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ദുഷ്ടൻ എത്ര ശരങ്ങൾ, എത്ര വേഗതയുള്ള അവൻ്റെതായ ശക്തി അഴിച്ചുവിട്ടാലും അതിനെ അതിജീവിപ്പാൻ അതിശക്തമായ അതിവേഗത്തിൽ പായുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സംരക്ഷണത്തിനായി രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. നമുക്കറിയാം, യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ മിസൈൽ അയക്കുമ്പോൾ അവര് മറ്റുള്ള മിസൈൽ അയച്ചിട്ട് അതിനെ തകർത്ത് കളയാറുണ്ട്. എന്നാൽ രാത്രിയിൽ ഒരു മിസൈലിനും അടുത്തു വരാൻ കഴിയാത്ത, ദുഷ്ടന്റെ ഒരു ശക്തിക്കും അടുത്തു വരാൻ കഴിയാത്ത വിധത്തിൽ, അവന്റെ ഒരു അമ്പുകൾക്കും അടുത്തു വരുവാൻ കഴിയാത്ത, പാഞ്ഞു വരുന്ന ഒരു അസ്ത്രങ്ങൾക്കും അടുത്തു വരുവാൻ കഴിയാത്ത വണ്ണം ദൈവത്തിന്റെ സംരക്ഷണം എത്ര വലുതാണെന്നറിയാമോ? ആ സംരക്ഷണത്തിനായി അതിവേഗത്തിൽ പായുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യാൻ ഞാനും നിങ്ങളും എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എത്രയോ വേഗത്തിലാണ് ആ ശബ്ദം സ്വർഗത്തിൽ എത്തുന്നത്. നിരാത്തിൽ അതിവേഗത്തിൽ പായുന്നത്, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വചനവും ആത്മാവിനോട് കൂടിയ പ്രാർത്ഥനയും സ്വർഗത്തിലെത്തുന്നുണ്ട്. അതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടെ പറഞ്ഞ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നതിനായ സ്തോത്രം. ഈ ദിവസങ്ങൾ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. പറഞ്ഞു, ഇവരെ അല്ലാത്തതുകൊണ്ട് ഇവരെ സൂക്ഷിക്കണമേ, അവരെ കാത്തുകൊള്ളണമേ എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. പറഞ്ഞു, ഇവർക്ക് ഞാൻ എനിക്ക് കൊടുക്കാനുള്ളത് നിന്റെ വചനമാ കൊടുത്തിരിക്കുന്നത്. പിതാവേ, ആ വചനത്താൽ ഇവരെ സംരക്ഷിച്ച് സൂക്ഷിക്കണമേ, ഇവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവമേ ഇവരെ കാത്തുകൊള്ളണമേ എന്ന് കഥ പ്രാർത്ഥിക്കുക. എത്ര ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാണ് യേശു പ്രാർത്ഥിച്ചത്, അല്ലേ? പക്ഷെ 17 അധ്യായം വായിച്ചപ്പോൾ നമുക്കിത് പക്ഷേ അത്രയും കാര്യമേ മനസ്സിലാക്കി കാണത്തില്ല. യേശുവിന്റെ പ്രാർത്ഥന ഒരു പ്രാർത്ഥന എന്നുള്ള രീതി വായിച്ചു പോകുമായിരിക്കും. എന്നാൽ കർത്താവ് ഓരോ കാര്യങ്ങളെയും എടുത്തെടുത്ത് പ്രാർത്ഥിച്ച് പിതാവിന്റെ കയ്യിൽ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, യേശു ഞാൻ ലോകം വിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിചാരിച്ചു ഇനി ആരാ ഉള്ളതെന്നുള്ളത്. കർത്താവ് പറഞ്ഞു, സ്വർഗീയ പിതാവിന്റെ അടുത്തേക്ക് ഇവരെ പരമേൽപ്പിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി
കർത്താവ് തന്നെ നമ്മളെ അവരെ ഫലമേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള അവർക്കൊരു ഉറപ്പിന് വേണ്ടി ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് അവർക്ക് പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുക, സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. എന്താ പറഞ്ഞു, ഇവരെ വിശദീകരിക്കപ്പെടേണ്ടത് വചനത്താലാകും. അപ്പൊ ഇവരെ വിശദീകരിക്കണം. ഇപ്പം കർത്താവ് പറയാണ്, ഇവരെ നിന്റെ വചനം മുഖാന്തരം, നിങ്ങൾ കേട്ട വചന മുഖാന്തരം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് വരെയുള്ള ആ കാര്യത്തിൽ ശുദ്ധീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യേശു ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വചനം അവർക്ക് യേശുവിന്റെ വായുള്ള വചനം അവരെ ശുദ്ധീകരിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത്, സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. അപ്പൊ അതിന്റെ അർത്ഥം, യേശു വചനമാകുന്ന കർത്താവ് വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയായി അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പാപയാഗമായി അല്ലെങ്കിൽ അകൃത്യയാഗമായി പാപത്തിന് പരിഹാരമായി തീർന്നു കഴിഞ്ഞപ്പോൾ അത് മുഖാന്തരമുള്ള ശുദ്ധീകരണത്താൽ ഇവരെ ശുദ്ധീകരിക്കണം. അതായത് യേശുക്രിസ്തുവാകുന്ന വചനമാൻ ദൈവത്തിന്റെ രക്തത്താൽ ഇവരെ ശുദ്ധീകരിക്കണമേ എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഇവരെ നീ എന്നെ പിതാവാം ദൈവമേ ലോകത്തിലേക്ക് അയച്ചത് വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതാണ് പറയുന്നത്, വിശുദ്ധീകരിക്കുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. അപ്പോൾ മനുഷ്യവംശത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പിതാവാം ദൈവം എന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പ്രവൃത്തി തികച്ചെടുക്കാൻ പോകുന്നതിന് മുമ്പായി എന്താ പറയാണ്, ഞാൻ ഇവരെ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ ദൈവം നിന്റെ ദാസന്മാരെ അയച്ചതിന് വേണ്ടിയാ? എന്തിനു വേണ്ടി ദൈവം അയച്ചത്? വലിയ പള്ളികൾ പണിയാനാണോ? അല്ല. ഇവിടെ സ്വത്ത് കൂട്ടിവെക്കാനാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. യേശു പറഞ്ഞത്, എന്നെ നീ അയച്ചത് മനുഷ്യവംശത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. അത് ആ ദൗത്യം, ഞാൻ മുഖാന്തരമുള്ള വിശുദ്ധീകരണം സർവ്വ ലോകത്തിലേക്കും എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ അയക്കുന്നത്. അപ്പോൾ പിതാവ് തന്റെ പുത്രനെ അയച്ചത് മനുഷ്യവംശത്തിന്റെ വിശുദ്ധീകരണം എത്തിച്ചതിനു വേണ്ടി, അവർക്ക് തേജസ്സിന്റെ ഘനമേറിയ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു, ഇവരെ 11 പേരെ മാത്രമല്ല, ഇവരെ ഞാൻ അയക്കുന്നത് ഇവർ മുഖാന്തരം അനേകരും വിശദീകരിക്കപ്പെട്ട ഇവർ എൻ്റെ നാമമുഖാന്തരമായി ഞാൻ ഇവരെ അയക്കുന്ന, ഇവരിലൂടെ സംസാരിക്കുന്ന വചന മുഖാന്തരമായി വിശുദ്ധീകരണം ഉണ്ടാകണം. അതിനെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. പാപം നീങ്ങി ശുദ്ധീകരണം പ്രാപിക്കുന്നതിനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പം ദൈവം സുവിശേഷന്മാരെ അയക്കുന്നത്, ദൈവം സഭയെ പണിയുന്നത്, ദൈവം വിശ്വാസികളെ അയക്കുന്നത്, സുവിശേഷം അറിയിക്കുന്നത് അവർ മുഖാന്തരം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിശുദ്ധീകരണം നടക്കുവാനിടയാത്തരും. അതാകത്താ പറഞ്ഞത്, അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്, വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്നെങ്കിൽ അശുദ്ധി നിറഞ്ഞ പാപത്തിൽ കിടക്കുന്ന വഷളത്വം നിറഞ്ഞ മനുഷ്യരെ സുവിശേഷത്താൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ് പിതാവാം ദൈവം തന്റെ പുത്രനെ അയച്ചതുപോലെ പുത്രനാം ദൈവം തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. കഥ പറഞ്ഞത്, വിശുദ്ധീകരിക്കപ്പെടുവാൻ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുക. കഥ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നതിന്റെ അർത്ഥം കാൽവറിയിൽ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുക. ഞാൻ ആ രക്തം ഊറ്റിക്കൊടുക്കുന്നത് ഇവരുടെ സകലമാന പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു. അതിന്റെ അർത്ഥം യേശു പറയാണ്, ഇവരെ സാക്ഷാൽ സ്വതന്ത്രരാകണം. ഇവർ വിശുദ്ധീകരിക്കണമെങ്കിൽ യേശുക്രിസ്തു പിതാവാം ദൈവത്തിന് വിശുദ്ധയാഗമായി അർപ്പിക്കപ്പെടണമായിരുന്നു. അതാ പറഞ്ഞത്, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പഴയ നിയമത്തിൽ മറിഞ്ഞിരുന്ന വിശുദ്ധീകരണത്തിന്റെ യാഗം പൊരുളായി തീരുവാൻ വേണ്ടി പറയുക. അവൻ വിശുദ്ധയാഗം അർപ്പിക്കുകയാണ്. അതാണ് ആ വിശുദ്ധനായിരിക്കുന്ന ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ നമുക്ക് വേണ്ടി വിശുദ്ധയാഗമായി അർപ്പിക്കുവാൻ വേണ്ടി ക്രൂശിൽ യാഗമാക്കി തീർത്താകത്ത പറയുന്നത്, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന ആ വിശുദ്ധയാഗം, പരമയാഗം ഒരിക്കലായി കഴിച്ചത് മുഖാന്തരമായി അവനിൽ വിശ്വസിക്കുന്ന, അവന്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വിശുദ്ധീകരണമുണ്ടത് സാക്ഷാൽ വിശുദ്ധീകരണമാണ്. രാത്രി സാത്താൻ
ഏതെങ്കിലും വിധത്തിലുള്ളതായ പാപത്തെ എടുത്തു വെച്ചുകൊണ്ട് നീ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, നീ ഇതുവരെ ഗുണപ്പെട്ടിട്ടില്ല, നിന്നിൽ പാപമുണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പറയണം, യേശു ചൊരിഞ്ഞ രക്തം പൂർണ്ണമായി വിശുദ്ധീകരണത്തിന്റെ രക്തമാണ്. അത് മുഖാന്തരമായി ഞാൻ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കെതിരെ ഒരു ശത്രുവിന്റെ ഒരു കാര്യവും എടുത്തുകൊണ്ടുവന്ന് നമ്മളെ പാപിയാക്കി കാണിക്കുവാൻ സ്വർഗം സമ്മതിക്കുന്നില്ല. അത് സാത്താന്റെ പ്രവൃത്തിയാണ്. രാത്രി പറയണം, കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട്, അങ്ങയുടെ പുണ്യാക രക്തം പാവനമായതുകൊണ്ട്, പവിത്രമായതുകൊണ്ട്, ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശുദ്ധിയുള്ളവരാണ്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്റെ വചനത്താൽ പറയാണ്, ഇവർ സാക്ഷാൽ വിശദീകരിക്കപ്പെടുകയാണ്. നമ്മൾ സാക്ഷാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണമാണ് ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ക്രിസ്തു മുഖാന്തരമായി പൂർണ്ണമായ ശുദ്ധീകരണം ലഭിക്കുന്നുകൊണ്ടാണ് നമുക്ക് ഒരിക്കലായിട്ടുള്ള സ്നാനമുള്ളത്. അപ്പൊ നാം രക്ഷിക്കപ്പെടുമ്പോൾ യേശു നമ്മളെ പൂർണ്ണമായി രക്ഷിച്ചു. അപൂർണമായിട്ടല്ല യേശു രക്ഷിച്ചത്. അന്ന് വരെ ചെയ്ത സകല പാപത്തെയും, ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോൾ നമ്മുടെ സകല പാപത്തെ അന്ന് വരെ ചെയ്ത് ദൈവം ക്ഷമിച്ചു. ഒന്നും അതിന് മുമ്പ് നടന്ന ഒരു കാര്യത്തെയും ദൈവം ഓർക്കുന്നില്ല. അത് പാപത്തെ ദൈവം സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സാക്ഷിയിൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം. കർത്താവ് എൻ്റെ പാപത്തെ ശുദ്ധീകരിച്ചു, അവൻ എന്നെ വിടുവിച്ചു, സാക്ഷാൽ ഞാൻ സ്വതന്ത്രനായി തീർന്നു. ശത്രു കൊണ്ടിരുന്ന ഏതെങ്കിലും തന്ത്രങ്ങളുണ്ടെങ്കിൽ രാത്രി പറയണം, യേശുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചതുകൊണ്ട് എൻ്റെ മേൽ പാപം വാഴുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഞാൻ പൂർണ്ണമായും ശുദ്ധമുള്ളവനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ, കുറ്റങ്ങളെയൊക്കെ അനുദിനമായി വിശ്വസ്തനായിരിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കഴികൾ പ്രാപിച്ച് നാം എന്ത് ചെയ്യുന്നു? അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിത വർഗമായി കർത്താവിന് യാഗം കഴിക്കത്തക്കവണ്ണമുള്ളവരാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് ഇവിടെ തുടർന്ന് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നെ വിശ്വസിപ്പായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഇല്ലാതെ നമ്മളെല്ലാം ഉൾപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് തന്റെ പുത്രനെ അയച്ചത് നാം അവനാൽ വിശദീകരിക്കപ്പെടുവാൻ വേണ്ടിയാ, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടിയാ, സമാധാനം ഉണ്ടായിത്തീരാൻ വേണ്ടിയാ, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ, അവന്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ യേശു എന്ന തന്റെ പുത്രനെ ലോകത്തിലേക്ക് പിതാവാം ദൈവം അയച്ചത്. അവനാൽ നാം വിശദീകരിക്കപ്പെടുമ്പോൾ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന അവകാശം പ്രാപിപ്പാൻ വേണ്ടി ദൈവം നമ്മളെ പ്രാപ്തന്മാരാക്കി തീർത്തു. ആ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന അവകാശം ലോകത്തിലുള്ള അവകാശമല്ല. അതുകൊണ്ടാണ് നാം ലോകക്കാരല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ അവകാശങ്ങൾ ഇവിടെ കൊണ്ട് തീർന്നു പോകും, പൈശാചിയുടെ കൂടെ പോകേണ്ടതായിട്ട് വരും. എന്നാൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന അവകാശത്തിന് നമ്മളെ യോഗ്യരാക്കി തീർത്തത് കുഞ്ഞാടിന്റെ ശുദ്ധീകരണത്തിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ടാണ്. നീ എന്നെ അയച്ചിരിക്കുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കും. കർത്താവ് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ 11 പേർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്. ലോകത്തിൽ സുവിശേഷ മുഖാന്തരമായി ആരെല്ലാം രക്ഷിക്കപ്പെടുവാനുണ്ടോ, ആരെല്ലാം വചനം കേട്ട് വിടുതൽ പ്രാപിക്കുന്നുവോ, അവരെ എല്ലാവരെയും ഓർത്ത് യേശു മുന്നമേ പ്രാർത്ഥിച്ചു. രാത്രിയിൽ പ്രാർത്ഥനയില്ലാത്തവരല്ല നമ്മൾ. പിതാവാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പുത്രനായിരിക്കുന്ന യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും ലോകത്തിൽ അലയടിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ പ്രാർത്ഥന അത് മാറിപ്പോയിട്ടില്ല. ആ വചനം ഇന്നും വ്യാപരിക്കുകയാണ്. പറയാണ്, ലോകം ഇവരുടെ വചനത്താൽ എന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഞാൻ വേഗത്തിൽ പറയാം. പിതാവാം നിന്റെ പുത്രന്റെ ലോകത്തെ അയച്ചത് മനുഷ്യവംശത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ്. യേശു കർത്താവ് പരിപൂർണമായ യാഗം തന്നെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ പരമയാഗമായി തീർന്ന ശേഷമായി യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചത് അവൻ മുഖാന്തരമായി സുവിശേഷം അറിയിക്കുകയും അനേകര് വചനത്താൽ അവനിൽ വിശ്വസിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ എന്നുള്ള സംബോധന എബ്രായ ലേഖനത്തിൽ കാണുന്നത്. വിശുദ്ധീകരണ ശക്തിയാണ് ദൈവത്തിന്റെ കൃപയിൽ നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവമക്കൾ കൂടുന്നിടത്തെല്ലാം വിശുദ്ധിയുടെ ശക്തി വ്യാപരിക്കും. എത്ര സന്തോഷമാണ് ദൈവമക്കൾ കൂടുന്നത്, അല്ലേ? ദൈവമക്കൾ കൂടുന്നിടത്ത് വിശുദ്ധീകരണമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ലോകക്കാർ കൂടുന്നിടത്തെല്ലാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക,
നാളെ മരിക്കുമല്ലോ എന്നുള്ള ചിന്തയാണെങ്കിൽ, എനിക്കറിയാം അങ്ങനെ ഒരുപാട് കൂട്ടായ്മകളും ഒരുപാട് മീറ്റിംഗ് ക്ലബുകളും പരിപാടികളും ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ ലോകത്തിൽ എൻജോയ് ചെയ്യുന്ന അനേകരുണ്ട്. അവർ വിചാരിക്കുന്നതൊക്കെയാണ് വലിയ സന്തോഷം. വിചാരിക്കുമ്പോൾ ഞാനും നിങ്ങളും സന്തോഷിക്കുന്നത് രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ടാണ്. ലോകം ക്ലബുകളിലും മറ്റും പോയി അവിടേതായിട്ടുള്ള മ്ലേച്ഛ പ്രവർത്തികളിലൂടെ ലോകം തിന്നുകൂടിച്ച് ആനന്ദിച്ച് മതിമറന്ന് അവർ സുബോധമില്ലാതെ പോകുമ്പോൾ ദൈവമക്കൾ സന്തോഷിക്കുന്നത് രാത്രിയിൽ പ്രാർത്ഥിച്ചും ദൈവത്തിനെ യാഗരിച്ചുമാണ് നാം സന്തോഷിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലായിരിക്കും. ലോകക്കാരല്ല നമ്മൾ, നാം ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് നാം ലോകക്കാരെ പോലെ സന്തോഷിക്കാത്തത്. എന്നാൽ യഥാർത്ഥമായ സന്തോഷം നമ്മുടെ ഹൃദയത്തെ ദൈവം തന്നിട്ടുണ്ട്. രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ക്രിസ്തു മുഖാന്തരം വിശുദ്ധീകരണം പ്രാപിച്ചതുകൊണ്ട് അത് യേശു കർത്താവ് വരുമ്പോൾ എനിക്ക് അവനോടുകൂടി എടുക്കപ്പെടാമെന്നുള്ള ആ സന്തോഷമുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടത് തന്നെ. കർത്താവ് പറഞ്ഞു, ഇവരെ കർത്താവെ ചേർത്ത് നിർത്തി വിശുദ്ധീകരണത്തിൽ തികവലി കൊണ്ടുവന്ന് ഇവർ നമ്മോട് ഒന്നായി തീരണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മളെ ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം സൂക്ഷിക്കും. നമ്മെ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ആ ശുദ്ധീകരണത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. യേശുവിനോട് ചേരുന്ന, ദൈവത്തോട് ചേരുവാൻ വേണ്ടി ഒന്നായിത്തീരുന്ന ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഓർക്കുമ്പോൾ ഇരിക്കുന്നിടത്തിരിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഇത്രമാത്രം വലിയൊരു പദവി ദൈവത്തോട് നമ്മെ ചേർക്കുവാൻ വേണ്ടി തന്റെ ജീവൻ തന്ന് നമ്മളെ ദൈവം ചെയ്തെടുത്ത സ്വർഗീയ മകൾ പദ്ധതി ലോകസ്ഥാപനത്തിന് മറഞ്ഞിരുന്നതാണ്. ആ പദവിയുടെ ആഴം മനസ്സിലാക്കുമ്പോൾ ഈ 11 പേരെ നിർത്തി കർത്താവ് പറയുക, ഇവർ ഒന്നായിത്തീരണം, നമ്മളുമായിട്ട് ഒന്നായിത്തീരണം. അന്ന് 11 പേർ മാത്രമല്ല, തികവ് പ്രാപിക്കുന്ന അനേകര് അന്ന് കർത്താവിന്റെ പിന്നാലെ വന്നിരുന്നു. രോഗസൗഖ്യം പ്രാപിച്ച എല്ലാവരും ഉണ്ട്. പക്ഷെ അവരൊന്നും ഈ സമയത്തില്ല. കർത്താവ് 11 പേരെ ചേർത്ത്, ഇവരെ അപ്പോസ്തലന്മാരെ ചേർത്ത് പറയുക, ഇവര് അപ്പോസ്തലിക പദവിയിലെത്തി തികവ് പ്രാപിച്ചവരാ, ഇവർ എന്നോട് കൂടി ഇരിക്കാനുള്ളവരാ, ഒന്നായി തീരാനുള്ളവരാ. അതുപോലെ തികവ് പ്രാപിക്കുന്ന ദൈവമക്കൾക്കും അവനോട് ചേർന്ന് നിൽക്കാൻ കഴിയും. അവരും സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ അവർ ഒറ്റ കാര്യം ചെയ്തു, അവർ യേശുവിന്റെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗ്രഹിപ്പാൻ ഇടയാക്കി തന്നു. വീഴ്ചകളും താഴ്ചകളും വന്നപ്പോൾ ദൈവം അവരെ ചേർത്ത് നിർത്തി. അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, ദുഷ്ടൻ പരീക്ഷിക്കാതെ വണ്ണം ദൈവം അവരെ സൂക്ഷിച്ചു. 10 ദിവസം പറഞ്ഞു, 10 ദിവസേ നിങ്ങളെ സാത്താൻ പരീക്ഷിക്കേണ്ടതിന് പല പ്രാവശ്യം അനുവാദം ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുവദിച്ചില്ല. രാത്രിയിൽ നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. അതെ, നമ്മെ ശുദ്ധീകരിച്ച് തേജസ്സിന്റെ ആ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി കർത്താവ് നമ്മെ അവനോട് ചേർത്ത് നിർത്തുവാൻ, അവനോട് ഒന്നായി തീരുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇനി മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം, നീ എനിക്ക് തന്നിരിക്കുന്ന ലോക സ്ഥാപനത്തിന് മുമ്പായിരിക്കും മഹത്വം. ഇവര് എന്റെ മഹത്വം ശരിയായ രീതിയിൽ കണ്ടിട്ടില്ല. നമുക്കറിയാം, 10 ദിവസം യാക്കോബും യോഹന്നാനും 3 പേര് മാത്രമാണ് മറുമലയിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുവാനിടയാത്തത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ലോകത്തിലുള്ളവർ കാണേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ കഥാപദയും പറയാം, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം, വചനം കൊടുത്തു, നിത്യവനെ കൊടുത്തു. നീ എനിക്ക് തന്നിരിക്കുന്ന മറ്റാരും ചെയ്യാത്ത പ്രവൃത്തി, ആ മഹത്വം, ആ വല്ലഭത്വം ഞാനിവർ കൊടുത്തിരിക്കുക. അവരതിന് പ്രാപ്തന്മാരായിരിക്കുക. അവർക്ക് മറ്റാർക്കും യാതൊരു വിധത്തിലും പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത മഹത്വം ലഭിച്ചവരായിരുന്നു കർത്താവ് ശിഷ്യന്മാർ. രാത്രി നമ്മളും ആ മഹത്വം പ്രാപിപ്പാൻ വേണ്ടി, അതാ പറയുന്നത്, അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷം നിമിത്തം നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മഹത്വം പ്രാപിപ്പാൻ വേണ്ടി സുവിശേഷ നിമിത്തം വിളിക്കപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം, ആ പദവി ദൈവമായിട്ടുള്ള അവന് മാത്രം ചെയ്തെടുക്കാൻ കഴിയുന്ന, അവനോട് സദൃശന്മാരായി തീരുവാൻ വേണ്ടി ദൈവം നമുക്ക് അവന്റെ മഹത്വം തന്നിരിക്കുകയാണ്. അവനോട് സദൃശരായി തീർന്ന് അവനെ പോലെയായി
അവൻ ഇരിക്കുന്നിടത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള മഹത്വമാണ് സുവിശേഷം മുഖാന്തരം തന്നിരിക്കുന്നത്. അത് സാർവത്രികമായി തന്നിരിക്കുക. ആർക്ക് വേണമെങ്കിലും ഇത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് മുരടിച്ചു പോകരുത്. ദിവസങ്ങളിൽ മുന്നേറണം. യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ അവന്റെ വചനത്തെ കൂടുതലായി ആത്മാവിൽ ആരാധിച്ചും വിശുദ്ധീകരണം പ്രാപിച്ചും മുന്നേറുവാൻ ആണ് ദൈവാത്മാ നമുക്ക് സന്ദേശം. അതാണ് കർത്താവ് ആ പ്രാർത്ഥനയിൽ അവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. എന്നിലും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് ലോകം അറിയേണ്ടതിനുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. കർത്താവ് പറഞ്ഞു, ഇവർ ഐക്യത്തിലുണ്ടായിരിക്കണം, ഐക്യമത്യപ്പെടണം. നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ പിതാവേ ഇവരെ ഒന്നായിരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഐക്യത നഷ്ടപ്പെടുത്തി കളയുവാൻ, ദൈവത്തിന് അകറ്റി കളയുവാൻ ശത്രു പലതും ശ്രമിക്കും. കുടുംബജീവിതത്തിന് ഐക്യത, ദൈവമക്കളുടെ ഐക്യത, പല രീതിയിലുള്ള ഐക്യത നഷ്ടപ്പെടുത്തി കളയാൻ പല വിധത്തിൽ ശത്രു പ്രവർത്തിക്കുമ്പോൾ ഈ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ കൊണ്ട് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഐക്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നത് അല്ലെ എന്ന് പരാജയപ്പെട്ടു പോകാമായിരുന്നു. എത്രയോ സഭകളിൽ ഐക്യത ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വേദനയുണ്ട്. പക്ഷേ ഇന്ന് വരെയും ദുഷ്ടന് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ദൈവമക്കളുടെ സ്നേഹമില്ലാതാക്കാൻ, ഐക്യത ഇല്ലാതാക്കാൻ വേണ്ടി, കൂട്ടായ്മകൾ ഇല്ലാതാക്കാൻ വേണ്ടി, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്നു പറഞ്ഞാൽ സഭയ്ക്കെതിരെ പണിവെക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്കെതിരെ പോരാടുന്ന പാതാള ഗോപുര ശക്തിയുണ്ട്. താഴെ നിന്നും മുകളിൽ നിന്നുമുള്ള അറ്റാക്കുകളുണ്ട്. പക്ഷെ എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയണം, യേശു ഞങ്ങളെ പണിതുകൊണ്ടാ കഴിഞ്ഞ 2000 വർഷമായും നിലനിൽക്കുന്നത്. അതുപോലെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമില്ല. അവിടെവിടങ്ങളായി ദൈവസഭകൾ നിൽക്കുന്നത് ചുരുക്കം പേരായി ദൈവം ഓരോ തുരുത്തുകൾ പോലെ നിർത്തിയിരിക്കുന്നത് രാത്രി ആത്മാവിൽ കാണുവാൻ കഴിയുമോ? എത്രയോ പ്രാവശ്യം സാത്താൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാ. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങളിനെ ജയിക്കുകയില്ല. അതെ, പോരാട്ടമുണ്ടായിട്ടുണ്ട്, ഐക്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ വിഷയം ഉണ്ടായിട്ടുണ്ട്, സ്നേഹമില്ലാതാക്കി കളഞ്ഞ വിഷയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെയും ദൈവസഭയെ മുടിച്ചു കളയുവാൻ പാതാള ഗോപുര ശക്തിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അത് കഴിയത്തുമില്ല. ദൈവം കണ്ടിരിക്കുന്നവരെ ദൈവം സൂക്ഷിച്ചു നിർത്തും. ഈ ദിവസങ്ങളിൽ അവന്റെ കൈക്കീഴിൽ താണിരുന്നുകൊണ്ട് വിനയവും താഴ്മയുള്ളവരായി യേശുവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ, അവനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നാം ജയാളികളാൽ തീരുമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്ന ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടി ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവസാനമായ പ്രാർത്ഥനയിൽ യേശു കർത്താവ് അതിന്റെ ആഗ്രഹത്തെ അറിയിക്കുക. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കേണ്ടതിന് ഞാൻ ഇച്ഛിക്കുന്നു. ഈ മഹത്വം എന്താണെന്ന് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മഹത്വം നൽകിയിരിക്കുന്നു പറഞ്ഞപ്പോൾ എന്താണ് നൽകിയിരിക്കുന്നുള്ളത് അവർക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു, മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. യേശുവിൻ്റെ സ്നേഹത്തെ അറിയാമായിരുന്നു, യേശുവിൻ്റെ ആത്മാവിനെ കുറിച്ച് അറിയാമായിരുന്നു, യേശുവിൻ്റെ സമാധാനം, സന്തോഷത്തെ അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ മഹത്വം അവരുടെ പ്രവൃത്തികളിൽ കണ്ടിട്ടുണ്ടെന്നാൽ സ്വർഗത്തിൽ അവൻ്റെ ഉള്ള ആ മഹത്വം, വല്ലഭത്വം എന്താണെന്നുള്ളത് ശിഷ്യഗണങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കഥ പറയാണ്, ലോകസ്ഥാപനം എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം ഞാൻ ഇവർക്ക് നിന്റെ മഹത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് വരെ ഇവർ കണ്ടിട്ടില്ല. അത് കാണണമെങ്കിൽ ഇവരവിടെ എത്തിച്ചേരണം, എങ്കിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു ദൈവത്തിന് ഒരു ഉദാഹരണം കൂടി എടുത്ത് ഇത് പഠിപ്പിക്കുമ്പോൾ നമുക്കത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിച്ച് ആ ഭാഗം നമുക്ക് ചിന്തിപ്പാൻ ഞാൻ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്കറിയാവുന്ന ഭാഗമാണ്. എന്നാൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴേ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 15-ാം അധ്യായം 13-ാം വാക്യം, മിസ്രയീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കുക. അപ്പോൾ ഈ ജോസഫ് പറയുക, കഷ്ടതയിലൂടെ വന്ന ജോസഫ് പറയുക,
അന്ന് അവൻ കഷ്ടം സഹിച്ചെങ്കിൽ അവൻ വാഴുന്നവനായി തീർന്നു. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. ഈ ജോസഫിനെ വിറ്റുകളഞ്ഞ സഹോദരന്മാർ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം ജോസഫിനെ വെളിപ്പെടുത്തിയില്ല. എന്നാൽ വെളിപ്പെടുത്തിയ ശേഷമായി അവൻ ആരാകുന്നു. ഇപ്പോൾ ഈ ജോസഫാണെന്ന് അറിയാത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി സകലത്തെയും നിയന്ത്രിക്കുന്ന ജോസഫാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഈ സഹോദരന്മാർക്ക് അറിയത്തില്ലായിരുന്നു. സഹോദരന്മാർക്ക് അവരോട് പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുക, അടുത്ത് ചെല്ലാൻ കഴിയാത്ത രീതി ഭയമാണ്. കാരണം അത്രമാത്രം മഹത്വമുള്ളവനായിരുന്നു ജോസഫ്. ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഫറവോൻ പറഞ്ഞു, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് മീതെ ഉയർന്നിരിക്കുന്നു. അപ്പൊ അത്രമാത്രം മഹത്വമുള്ളവനായി തീർന്ന ജോസഫ് ആരാണെന്ന് അവന്റെ ശിഷ്യന്മാർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇവര് ഈ മഹത്വവും കണ്ടതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇവര് ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ അവർ ഭയപ്പെട്ട് നിന്ന ശേഷമായി വെളിപ്പെടുത്തി, യോസഫ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഈ മഹത്വം മിസ്രൈമിലെ സകല മഹത്വമുള്ള, സകല അധികാരമുള്ള ഞാൻ വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരനാണ്. രാത്രിയിൽ താണവേഷത്തിൽ യേശു ലോകത്തിൽ വന്നപ്പോൾ ലോകത്തിന് മനസ്സിലായില്ല ക്രിസ്തു ആരാണെന്നുള്ളത്. എന്നാൽ അവൻ ആരാണെന്ന് അറിയണമെങ്കിൽ അവൻ ഇരിക്കുന്നിടത്ത് ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ ആ യാക്കോബിന്റെ സന്തതിയിൽ ജനിച്ച ജോസഫ് മുഖാന്തരമായി മഹത്വം ലഭിച്ചപ്പോൾ അവനെ ഒറ്റിക്കൊടുത്തൊരു പാപം ചെയ്തവരും എല്ലാവരുമായിരുന്നെങ്കിലും ആ മഹത്വത്തിന് അവകാശികളാക്കി തീർത്ത് അപ്പനെ കൊണ്ടുവന്ന് കാണിക്കത്തക്കവരുടെ അനുഭവത്തിലേക്ക് ജോസഫിന്റെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ നസേനായിരിക്കുന്ന യേശു പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട് ലോകത്തിലേക്ക് വന്നിട്ട് അവനെ അറിയാതിരുന്ന മനുഷ്യവംശത്തിന് മുമ്പിൽ ദൈവം മഹത്വം കൊടുത്ത് ദൈവം രാത്രി പറയുക, ഈ മഹത്വം കാണാൻ നമുക്കൊന്ന് പോകേണ്ടേ? രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി സ്തോത്രം ചെയ്യാം. യോസഫിന്റെ മഹത്വം കാണാൻ വേണ്ടി യാക്കോബ് അവിടുന്ന് വരുവാൻ വേണ്ടി വേദം അയച്ചു കൊടുത്തെങ്കിൽ, വലിയ സന്നാഹം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അയച്ചു കൊടുത്തെങ്കിൽ അവൻ മഹത്വമുള്ളവനായി തീർന്നപ്പോൾ ആ മഹത്വത്തിന് അവകാശിലാക്കി തീർക്കാൻ വേണ്ടി അവന്റെ പിതാവ് വരുവാൻ സഹോദരന്മാരെ പറഞ്ഞയക്കുകയാണ്. എത്ര ശ്രേഷ്ഠകരമായ അവസ്ഥയാണ്! അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ച യേശു തന്റെ പിതാവിനോട് പറയുകയാണ്, സ്വർഗീയ പിതാവേ, എനിക്ക് തന്നിരിക്കുന്ന മഹത്വമുണ്ടല്ലോ, ഞാൻ സ്വർഗാസുഖത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി എന്നെ സ്നേഹിക്കുന്ന ഇവരെ അവിടെ കൊണ്ടുവരണമേ. അന്ന് ദേതമയച്ച് ജോസഫ് തന്റെ അപ്പനെയും കൂട്ടരെയും മഹത്വം കാണാൻ വേണ്ടി കൊണ്ടുവന്നെങ്കിൽ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അതെ, നമ്മുടെ കർത്താവാം യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചുകൊണ്ട്, അവൻ നമ്മുടെ സഹോദരനായതുകൊണ്ട് അവനുള്ള സകല മഹത്വത്തിനും ഞാനും നിങ്ങളും അവകാശികളാ. ജോസഫ് അവന്റെ സഹോദരന്മാരായതുകൊണ്ട്, ജോസഫിന്റെ സഹോദരന്മാർ ആയതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവർ തെറ്റ് ചെയ്തവരായിരുന്നു, അവർ കുറവുള്ളവരായിരുന്നു. എന്നാൽ അതെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന സകലത്തിനും അവന്റെ സഹോദരന്മാർ അവകാശിയായി തീർന്നെങ്കിൽ രാത്രിയിൽ ക്രിസ്തു മുഖാന്തരം നമ്മെ ശുദ്ധീകരിച്ച് സ്വർഗീയ അവകാശത്തിന് യോഗ്യക്കാരാക്കി തീർത്തുകൊണ്ട് അവനുള്ള മഹത്വം മുഴുവൻ കാണിക്കാൻ വേണ്ടി വേഗത്തിൽ യേശു വന്ന് നമ്മെ ചേർത്ത് കൊണ്ടുവരുവാൻ പോകുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുക. പറയുന്നത്, ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടോ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുകയാണ്. അതല്ലേ യോസഫ് ചെയ്തത്? യോസഫ് തന്റെ സഹോദരന്മാരെ പറഞ്ഞു വിട്ടില്ലല്ലോ, നിങ്ങൾ ദോഷികളാ പാവികളാന്ന് പറഞ്ഞ് മേലിൽ കണ്ടുപോകുന്ന പറഞ്ഞ് ഓടിച്ചുവിടുകയല്ല ചെയ്തത്. അവരെ സ്നേഹിച്ച് അവരെ ചേർത്ത് നിർത്തി അവരുമായി സന്തോഷിച്ചു. പറഞ്ഞു, അപ്പനെ കൊണ്ടുവരിക, ഞങ്ങളുള്ളവരെല്ലാം കൊണ്ടുപോയി, ഇതുവരെ എനിക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എല്ലാവർക്കും കൂടിയുള്ളതാ. അങ്ങനെയെങ്കിൽ കഷ്ടം സഹിച്ചാൽ മഹത്വം ഉണ്ട് കേട്ടോ. യേശു ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ചത് മഹത്വം നമുക്ക് നൽകാൻ വേണ്ടിയാ. അവന്റെ മഹത്വം നാം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ അവന്റെ മഹത്വം കാണാൻ വേണ്ടി അവൻ ഇരിക്കുന്നിടത്തേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ യേശു കർത്താവ് വേഗത്തിൽ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കരുത് എന്നോടുകൂടി ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിലാകുവാനും
ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവസ്നേഹത്തിനായ സ്തോത്രം ചെയ്യാം. യോസഫിന്റെ സ്നേഹം എത്രമാത്രം ഉണ്ടായിരുന്നു, ആ സ്നേഹം വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. യോസഫ് ഇവിടെ നിഴലായി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ അതെ, അവനെ ദീക്ഷിച്ചവർ, ഒറ്റുകൊടുത്തവർ, കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തവരൊക്കെ ആയിരുന്നു. ഞാൻ നിങ്ങൾ സത്യക്കളായിരുന്നു, ദൈവത്തിന് വിരോധമായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ അവൻ കഷ്ടം സഹിച്ച് നമുക്ക് വേണ്ടി കാൽവരി യാഗമാക്കി തീർന്ന് നമ്മളെ സഹോദരന്മാരാക്കി തീർത്തപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് സ്വർഗത്തിലുള്ളതായ എൻ്റെ മഹത്വത്തിന് ഓഹരിക്കാരായി തിരുവാൻ, അവകാശികളായി തിരുവാൻ അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമേ. അഥവാ ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കേണ്ടതിന് അവരെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ദൈവത്തോട് പറയാൻ കർത്താവേ, യോസഫിന്റെ എത്രമാത്രം സന്തോഷമുണ്ടായി. യാക്കോബും അവന്റെ മക്കളും ബാക്കിയുള്ളവരും വളരെ വേദനപ്പെട്ടവരായിരുന്നെങ്കിൽ, എന്തെന്നറിയാതെ ബുദ്ധിമുട്ടവരായിരുന്നെങ്കിൽ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു. യോസഫ് മന്ത്രിയാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രഥങ്ങൾ ഉണ്ടാകുവാൻ രഥത്തിൽ ഇങ്ങോട്ട് വന്നത് കഴുതപ്പുറത്തൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് മടങ്ങിപ്പോകുന്നത് രഥത്തിലാ പോകുന്നത്. ഫറവോന്റെ രഥങ്ങൾ അവിടെ എത്തി ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് ചൈതന്യമുള്ളവാകുന്ന രീതിയിൽ വലിയൊരു ഘോഷയാത്രയായിട്ട് സന്തോഷത്തോടെ ഇറങ്ങി വന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ കഷ്ടം സഹിച്ച് നിൽക്കുന്ന നാം ഒരു ദിവസം ഘോഷസ്വരത്തോടു കൂടി നമ്മുടെ കർത്താവ് ഇരിക്കുന്ന ആ ഉയരത്തിലേക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് രൂപാന്തരപ്പെട്ട് അവനിരിക്കുന്നിടത്ത് അവന്റെ മഹത്വം കാണുവാൻ വേണ്ടി പോകും. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ മഹത്വത്തെ നമ്മൾ തന്നിരിക്കുന്നത്. അത് മറ്റാർക്കും തരുവാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ നാമത്തെ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. അതെ, ഇനിയും വെളിപ്പെടുത്താനിരിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്റെ പ്രാർത്ഥന അവിടെ അവസാനിപ്പിച്ചു. രാത്രിയിൽ നമുക്ക് കണ്ണടയ്ക്കാം, ദൈവത്തിന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹത്കരമായ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് സാധാരണ നിലവാരത്തിൽ ഞാൻ നിങ്ങൾ ചിന്തിച്ച് ദിവസം നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാത്തിട്ട് ക്രിസ്തുയേശുവിനുള്ള മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയാണ് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. യോസഫിന്റെ ജീവിതത്തിൽ അവൻ കഷ്ടം സഹിച്ചെങ്കിൽ, അവൻ അവിടെ വിൽക്കപ്പെട്ടെങ്കിൽ, അവർ തിരിച്ചു കളഞ്ഞെങ്കിൽ, അവൻ അവിടെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് ലഭിച്ച അതെല്ലാം അവന്റെ സഹോദരന്മാർക്ക് ലഭിച്ചു, അവന്റെ കുടുംബത്തിൽ ലഭിച്ചെങ്കിൽ ഈ ദിവസം സ്വർഗീയ കുടുംബത്തിൽ അംഗങ്ങളാക്കി തീർക്കാൻ വേണ്ടി യേശു കർച്ചസേവന്റെ അവന്റെ മഹത്വം വെടിഞ്ഞ്, അവന്റെ മഹിമയെല്ലാം വെടിഞ്ഞ് ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച് അവന്റെ മഹത്വം നമ്മൾ തന്നിരിക്കുന്നത് വെളിപ്പെടുവാൻ സമയമായി. കാലമധികം വിദൂരമല്ല യേശുവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ. അവൻ ഇരിക്കുന്നിടത്ത് സ്വർഗീയ പിതാവിന്റെ സന്നിധി ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ആ മഹത്വത്തിലേക്ക് യേശു പ്രവേശിച്ചു. അവൻ ഇരിക്കുന്നിടത്ത് ഞാനും നിങ്ങളും എത്തിച്ചേരുമ്പോൾ അത് ദൈവത്തിന് മാത്രം ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും. അതിനുവേണ്ടി ഘോഷസ്വരത്തോടെ ഒരു കൂട്ടം ജനം ഇവിടുന്ന് പറന്നു കയറുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ പൂർത്തീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ച നമുക്ക് വീണ്ടും 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശു ക്രിസ്തു ഒലിവുമലയിൽ വെച്ച് സംസാരിച്ച് തീരുകയാണ് ചെയ്തത്. 18-ാം അധ്യായം യേശു ഗെത്സമനിൽ വെച്ച് സംസാരിക്കുന്ന ഭാഗമാണ്. 17 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അവന്റെ മഹത്വം പ്രാപിച്ച് അവൻ ഇരിക്കുന്നിടത്ത് ഞാനും നിങ്ങളും ചെല്ലുമ്പോൾ മാത്രമേ നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളത് നമുക്ക് അല്പമെങ്കിലും അറിയാൻ കഴിയത്തുള്ളൂ. ഇനിയും വെളിപ്പെടുത്തുവാനുണ്ട്. ആ വെളിപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിനായ സ്തോത്രം ചെയ്യാം. അവര് യോസഫിന്റെ സഹോദരന്മാർ കണ്ടതും അവർ മനസ്സിലാക്കിയതും ഇത്ര വലിയ ഈ അധിപനായിരിക്കുന്ന യോസഫ് ഞങ്ങളുടെ സഹോദരനാണല്ലോ, ത്യജിക്കപ്പെട്ടവനായിരുന്ന യോസഫ്, ഒറ്റപ്പെട്ടു പോയവൻ, ഞങ്ങൾ ധരിച്ചവൻ ഇത്രമാത്രം അധികാരമുള്ളവനായി മാറിയല്ലോ എന്ന് പറയുമ്പോൾ ആ സ്നേഹം അവരെയും അവിടുത്തെ മഹത്വത്തിന് ഉടമയാക്കി തീർക്കുവാൻ ഇടയാത്തീർന്നെങ്കിൽ, അവന്റെ യാക്കോബിന്റെ കുടുംബം അത് പ്രാപിപ്പാൻ കഴിഞ്ഞെങ്കിൽ, ക്രിസ്തു മുഖാന്തരമുള്ള മഹത്വം പ്രാപിപ്പാൻ നമുക്ക് ഈ ദിവസം ലോകത്തെ പകയ്ക്കാം. ലോകം നമ്മളെ പകയ്ക്കട്ടെ. ലോകത്തെ വെടിഞ്ഞുകൊണ്ട് ദൈവം നന്ദിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടിൽ വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നു നിൽക്കട്ടെ എന്നുള്ള സന്ദേശം കൈമാറുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവന് വേണ്ടി ഒരുക്കപ്പെടാം. അവന്റെ മഹത്വം കാണുവാൻ വേണ്ടി അവൻ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ യുവജനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.